അപ്പം നമ്മുടെ ഇന്നത്തെ കഥ ജോൺ കട്ടർ. ചില കാരണങ്ങളാൽ താൻ ചെയ്തിരുന്ന പോലീസ് ജോലിയെല്ലാം വേണ്ടാന്ന് വെച്ച് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരാളാണ് ജോൺ കട്ടർ. അപ്പോഴാണ് അയാൾക്കൊരു അവസരം വരുന്നത്. വലിയൊരു എയർലൈൻസിൽ ആന്റി ടെററിസത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം അരങ്ങേറുന്നു. ആ പ്രോഗ്രാമിന്റെ സെക്യൂരിറ്റി ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് സാക്ഷാൽ ജോൺ കട്ടറിനെ. അപ്പോഴാണ് ഇവൻ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യാനായിട്ട് ഒരു തീവ്രവാദി വരുന്നത്. ഇതാണ് ഈ ഒരു സിനിമയുടെ വൺ ലൈൻ. ഇതൊരു മാരക ഗംഭീര സിനിമയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടാ. അധികം കുഴപ്പിക്കാത്ത ട്വിസ്റ്റോ ടേൺസോ ഇല്ലാത്ത ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സിനിമ. നിങ്ങളൊരു ആക്ഷൻ പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ. സോ ഓവർ ഹൈപ്പ് കൊടുക്കാണ്ട് കണ്ടുവെക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഓരോ സിനിമകളായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, കാണാൻ സമയം കിട്ടിയിട്ടില്ല. ഓൾറെഡി പെൻഡിങ് ആയിട്ട് കുറേ സിനിമകളുണ്ട്. പക്ഷെ പേടിക്കണ്ട, ഞാൻ കാണും ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. ചാൾസ് റെയിൻ ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളി. ഇയാളുടെ ശരിക്കുള്ള മുഖം ആർക്കും അറിയില്ല. പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി നിരന്തരം പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന ഒരു കൊടും ക്രിമിനൽ. അതാണ് ചാൾസ് റെയിൻ. പോലീസുകാർ പിടിക്കാനായി എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ അയാൾ ഉറപ്പായിട്ടും മുഖം മാറ്റും. ആൻഡ് ഒരാൾ മുഖം മാറുമ്പോൾ അയാളുടെ പഴയ മുഖം അയാൾക്ക് ഒരുപാട് മിസ് ചെയ്യും. സോ ഡോക്ടർ ഒരു കണ്ണാടി എടുക്കുന്നു, അവസാനമായിട്ട് മുഖം കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടേക്ക് ഇങ്ങേര് പറയാണ്, ഡോക്ടർ പാസ്റ്റിൽ ജീവിക്കാൻ എനിക്ക് ഒരാഗ്രഹവുമില്ല, പ്രസൻ്റാണ് എനിക്ക് പ്രധാനം എന്നും പറഞ്ഞ് സർജറി ചെയ്യാൻ പറയുന്നു. ഈ സമയത്താണ് അവനെ മയക്കാൻ പോകുന്നത്. എന്നാൽ ചാൾസ് റെയിൻ അതിനും സമ്മതിക്കുന്നില്ല. അയാൾക്കറിയണം വേദന എന്താന്ന്. പക്ഷെ മയക്കണ്ടെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്, വിശ്വാസം. ഇയാൾക്കാരും വിശ്വാസമില്ല, ഈവൻ സർജറി ചെയ്യുന്ന ഡോക്ടറെ പോലും. ഇതേസമയം പോലീസുകാരാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് വരുന്നു ഇവനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. അതും സ്വാറ്റാണ് വരുന്നത്. ഈ സിറ്റിയിലെ എൻ്റെയർ പോലീസുകാരുണ്ട്. ഗൈസ്, ഇത്തവണ മിസ്സായാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിരന്തരം പ്ലാസ്റ്റിക് സർജറിയിലൂടെ നമ്മളെ മണ്ടന്മാരാക്കുകയാണ് ആ പന്ന ചാൾസ്. ഇനിയും മുഖം മാറിയാൽ രക്ഷയില്ല എന്നും പറഞ്ഞ് അകത്ത് കിടക്കുന്നു. ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് സാക്ഷാൽ ഡോക്ടറും. ഇത് മനസ്സിലാക്കിയ ചാൾസ് റെയിൻ ഡോക്ടറുടെ കഴുത്തറക്കുന്നു, രക്ഷപ്പെടുന്നു. എന്നാൽ പോലീസുകാര് അവന്റെ പിന്നാലെ തന്നെയുണ്ട്. പിന്നെ അവനൊന്നും നോക്കിയില്ല. ഹോസ്പിറ്റലിന്റെ മേളിൽ നിന്ന് ഒരൊറ്റ ചാട്ടം. എന്തോ ഭാഗ്യത്തിന് ഒരു തുണിയുടെ മേളിലോട്ടാണ് ചാടുന്നത്. അങ്ങനെ ചാൾസ് റെയിൻ ഓടാൻ ആരംഭിക്കുന്നു. എന്നാൽ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെയർ പോലീസ് അങ്ങേരുടെ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ പോലീസ് അവനെ പിടികൂടുന്നു. ഇതേസമയം ഒരു ഫ്ലൈറ്റാണ് കാണിക്കുന്നത്. സമാധാനത്തിൽ പോകുന്നൊരു ഫ്ലൈറ്റ്. പെട്ടെന്നാണ് ഒരുത്തനങ്ങ് ഗണ്ണെടുക്കുന്നതും എയർ ഹോസ്റ്റസായ മാർട്ടിയുടെ തലയിലോട്ട് ഗണ്ണ് വെക്കുന്നതും. ഞാൻ ഈ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്, അടങ്ങിയിരുന്നില്ലെങ്കിൽ എല്ലാത്തിനെയും തീർക്കും. പെട്ടെന്നാണ് മാർട്ടി അങ്ങേർക്കിട്ടൊരു കുത്തു കൊടുക്കുന്നതും അവനെ പിടികൂടുന്നതും. എന്നാൽ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതൊരു ഹൈജാക്ക് ഒന്നുമല്ല. അറ്റ്ലാന്റ എയർലൈൻസിന്റെ ഒരു സെക്യൂരിറ്റി ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവിടെ അരങ്ങേറുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് ഫ്ലൈറ്റ് ഹൈജാക്കിംഗ് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം. ആൻഡ് ഈ ഗണ്ണും കൊണ്ട് ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആളാണ് ജോൺ കട്ടർ. ഒരു ഫോമർ പോലീസുകാരനും സീക്രട്ട് ഏജന്റുമാണ് സാക്ഷാൽ ജോൺ കട്ടർ. എന്നാൽ ചില കാരണങ്ങളാൽ പുള്ളിക്കാരൻ പോലീസ് ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ട്രെയിനിങ് എല്ലാം തകൃതിയായിട്ട് പോകുന്നു. ജോണാണെങ്കിൽ മാർട്ടീനെ കാണുമ്പോൾ തന്നെ ഭ്രാന്ത് കയറുകയാണ്. അതെ, ഒരു ഹൈജാക്കർ തോക്കിൻ്റെ മുന്നിൽ നിർത്തിയാലേ അങ്ങേർക്കിട്ട് കുത്തല്ലേ വേണ്ട, അയാൾ പറയുന്ന അനുസരിച്ച് പെരുമാറുകയാണ് വേണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ തലയിലേക്ക് ഉണ്ട കയറും, മനസ്സിലായ? ഇത് കേട്ടിട്ട് ഇവൾക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. മാർട്ടിക്ക് ഓൾറെഡി ഒരുപാട് പണിയുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ വക ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അലക്സ് എന്ന് പറയുന്നൊരു കൂട്ടുകാരൻ ജോണിനെ കാണാൻ വരുന്നത്. അയാൾ വന്നിരിക്കുന്നത് ഒരു വമ്പൻ ഓഫറും കൊണ്ടാണ്. ഈ അറ്റ്ലാന്റ എയർലൈൻസിലാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത്. ഇവരുടെ ബോസ് പുതിയൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു. സംഭവം വേറൊന്നുമില്ല, ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരു ആൻറ്റി ടെററിസം യൂണിറ്റ് ഫ്ലൈറ്റിനകത്ത് രൂപീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഹെഡായിട്ട് ജോണിനെയാണ് അലക്സ് കണ്ടെത്തിയിട്ടുള്ളത്. ഡേയ്, നിനക്ക് വേറൊരു പണിയില്ല, നിനക്കെല്ലാം അറിയുന്നതല്ലേ, എനിക്കിപ്പോൾ ഇതിലൊന്നും താല്പര്യമില്ല. എടാ, എനിക്ക് മനസ്സിലാവും, ആരേക്കാൾ കൂടുതൽ എനിക്ക് തന്നെയാണ് മനസ്സിലാവുക. ലിസ മരിക്കാൻ കാരണം നീയല്ല. അവളുടെ മരണത്തിൻ്റെ പേരിൽ നീ ഇങ്ങനെ ചെയ്യുന്നത് പരമ ബോറാ. നാളെ ഞാൻ എൻ്റെ ബോസുമായിട്ടൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നിനക്ക് പറ്റുമെങ്കിൽ വാ. പിന്നെ മറ്റേ മാർട്ടി ഉണ്ടല്ലോ, അവളുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് ലിസേനെയാണ് ഓർമ്മ വരുന്നത് എന്നും പറഞ്ഞ് അലക്സ് അങ്ങ് പോകുന്നു. സോ അങ്ങേര് പോലീസ് ജോലി വിടാൻ ഒരേ ഒരു കാരണം മാത്രം, അതായിരുന്നു ലിസ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാൾസ് റെയിനെ കാണിക്കുന്നത്. അങ്ങേര് ജയിലിലെത്തിയിട്ടുണ്ട്.
സത്യം പറഞ്ഞാൽ ഇയാൾ ജസ്റ്റ് ഒരു ക്രിമിനൽ മാത്രമല്ല, ഒരു ടെററിസ്റ്റും കൂടിയാണ്. അങ്ങനെ ചാൾസിന്റെ വക്കീലെത്തി. അയാൾ പറയുന്നതനുസരിച്ച് FBI കയ്യിൽ ഇവൻക്കെതിരെയുള്ള തെളിവുകളുണ്ട്. മെയിൻലി 2 എയർലൈൻ ബോംബിംഗ്. എന്നാൽ പോലീസുകാർക്ക് അറിയാത്ത ബോംബിങ് കുറേയുണ്ട്. അതിന്റെ കണക്കെടുക്കാൻ നിന്നാൽ തീരത്തില്ല. അങ്ങനെ ഈ സമയത്താണ് വക്കീൽ ഒരു കാര്യം പറയുന്നത്. നാളെ രാവിലെ ഇവനിവിടുന്ന് കൊണ്ടുപോകും, അതും ലോസ് ഏഞ്ചലസിലോട്ട് വധശിക്ഷക്കായിട്ട്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ഭയം എന്ന് പറയുന്ന വികാരം ഒട്ടുമില്ല. വക്കീലെ, 2 എയർലൈൻ ബോംബിങ് മാത്രമല്ല, വേറെയും കുറേയുണ്ട്. അതുകൊണ്ട് താൻ അത് വിട്. താനൊരു കാര്യം ചെയ്യ്, നമ്മളുടെ ആൾക്കാരോട് കാര്യം പറ. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. ഇത് കേട്ടിട്ട് വക്കീലാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. എടോ, തനിക്ക് വല്ല പ്രാന്തും ഉണ്ടോ? ഇത് കേട്ടേക്ക് വക്കീലിനിട്ട് 4 അങ്ങ് കൊടുക്കുന്നു. ഇതേ സമയം ജോണിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ മാർഷൽ ആർട്സിൽ ഒരു പുലിയാണ്. അങ്ങനെ ജോൺ തൻ്റെ പാസ്റ്റ് ആലോചിക്കുന്നു, ലിസയെക്കുറിച്ച് ആലോചിക്കുന്നു. ഒരു ദിവസം ഇവർ 2 പേരും കൂടെ ഒരു സ്റ്റോറിൽ പോകുന്നു. അപ്പോഴാണ് ഒരു കള്ളൻ ആ സ്ഥലം കൊള്ളയടിക്കാൻ വരുന്നത്. വരാന്ന് മാത്രമല്ല, ലിസയുടെ നേർക്കാണ് ഗണ്ണ് പിടിച്ചിരിക്കുന്നത്. ഇത് കണ്ടേക്ക് ജോൺ ഗണ്ണെടുക്കുന്നു, താഴെയിടാൻ പറയുന്നു. എന്നാൽ ആ കള്ളൻ ജോൺ വിട്ടുകൊടുക്കില്ല എന്ന് കണ്ടപ്പോൾ ലിസേനെയും തീർത്ത് രക്ഷപ്പെടുന്നു. പിന്നെ ജോൺ ഒന്നും നോക്കിയില്ല, പടപടാന്നാണ് പൊട്ടിക്കുന്നത്. സോ കള്ളൻ്റെ കാര്യം തീരുമാനമായി. എന്നാൽ ലിസ അവനെ വിട്ടുപോയി. ആൻഡ് ആ ഒരു ദേഷ്യവും വാശിയുമാണ് അവനോട് തന്നെ തീർത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അന്ന് രാത്രി അവനൊരു തീരുമാനമെടുത്തു, സ്വയം ബ്ലെയിം ചെയ്യാണ്ട് അലക്സ് പറഞ്ഞ കാര്യം ഏറ്റെടുക്കാൻ. അങ്ങനെ ബോസിനെ അലക്സിനെയും കാണാൻ പോവാന്ന് മാത്രമല്ല, ആ ദൗത്യം അവനങ്ങ് ഏറ്റെടുക്കുന്നു. സോ ആന്റി ടെററിസം യൂണിറ്റിന്റെ ഹെഡായിട്ട് ചാർജ് എടുക്കുകയാണ് സാക്ഷാൽ ജോൺ കട്ടർ. അവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്ന്, അതും ലോസ് ഏഞ്ചലസിലേക്ക്. അലക്സ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. അത്രയും കാലങ്ങൾക്ക് ശേഷം ജോണിനെ ഇത്രയും നല്ലൊരു പദവിയിൽ കാണുന്നത്. അങ്ങനെ അലക്സ് പറയാണ്, മോനെ ജോണേ, നിന്നോടൊരു കാര്യം പറയാണ്ട്. അല്ലെങ്കിൽ വേണ്ട, അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ, ഫ്ലൈറ്റിൽ കയറുമ്പോൾ മനസ്സിലായിക്കോളും. ഇങ്ങേരാണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. അങ്ങനെ ജോൺ ഫ്ലൈറ്റിൽ കയറുന്നു. ഈ സമയത്താണ് ചാൾസ് റെയിനെയും കൊണ്ട് FBI വരുന്നത്. അവരും ഇതേ സെയിം ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. ഇങ്ങർക്ക് സെക്യൂരിറ്റി ആയിട്ട് വെറും 2 FBI ഉദ്യോഗസ്ഥരാണുള്ളത്. അങ്ങനെ ചാൾസ് റെയിൻ അകത്ത് കയറുന്നു. എന്നാൽ കയറുന്നതിന് മുമ്പ് റൺവേയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് സിഗ്നൽ കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞ അവൻ്റെ ആളുകൾ ഈ ഫ്ലൈറ്റിലുണ്ടെന്നർത്ഥം. അങ്ങനെ ഫ്ലൈറ്റിൽ കയറുന്നു. ഒരു ഫ്രഞ്ചുകാരനുൾപ്പെടെ ഇഷ്ടം പോലെ ആളുകളുണ്ട് പാസഞ്ചേഴ്സായിട്ട്. ആൻഡ് നേരത്തെ റൺവേയിൽ വെച്ച് കണ്ട ആളുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ പേരാണ് സാം. അങ്ങനെ സാം ലഗേജ് കൊണ്ട് അകത്ത് കയറുന്ന ആളെ കൊല്ലുന്നു. ആരും അറിയാണ്ട് അകത്ത് കയറുന്നു, അതും സ്റ്റോറേജ് റൂമിനകത്ത്. ഈ സമയത്താണ് മാർട്ടീനെ കാണിക്കുന്നത്. സോ മാർട്ടി, ജോൺ ഒരേ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. 2 പേർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇതാണ് സെബ്രീന, മറ്റൊരു എയർ ഹോസ്റ്റസ്. പുള്ളിക്കാരിത്തെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടാ. അത് മാത്രമല്ല, വളരെ കൈൻഡ് ആയിട്ടുള്ളൊരു സ്ത്രീ. വന്നപ്പോൾ മുതൽ FBI ഓഫീസറിന്റെ കണ്ണ് അവളുടെ മേലെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുട്ടി ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചാൾസ് റെയിന് നേരെ വെറുതെ ഷൂട്ട് ചെയ്യുന്നു. അവനാണെങ്കിൽ വെടി കൊള്ളുന്നത് പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ചാൾസ് റെയിൻ തിരിച്ചും ഷൂട്ട് ചെയ്യുന്നു, വെല്ലങ്ങിട്ട കൈകൊണ്ട്. ഇത് കണ്ടേക്ക് ആ കുട്ടിയാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. ഒരു വിധത്തിലാണ് സെബ്രീന ആ കുട്ടീനെ ഒന്ന് ഓക്കെയാക്കുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു. ജോണാണെങ്കിൽ കുറേ നേരമായിട്ട് മാർട്ടീനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾക്ക് ഒരു താല്പര്യമില്ല ഇവനെ അറ്റൻഡ് ചെയ്യാനായിട്ട്. പുള്ളിക്കാരൻ ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സിക്നസ് ഉണ്ടാവാറുണ്ട്. സോ മരുന്നിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. എന്നാൽ അതൊന്നും മാർട്ടി മൈൻഡേ ചെയ്യുന്നില്ല. അതുകൊണ്ട് ജോൺ കട്ടർ മാർട്ടീനെ കാണാൻ പോകുന്നു. ഹേയ് മാർട്ടി, ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നീ അത് വിട്, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെയാണ് ജോൺ പറയുന്നത്. എന്നാൽ മാർട്ടിക്ക് ഇതൊന്നും കേൾക്കാൻ യാതൊരു താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെബ്രീന ഫ്ലൈറ്റിൻ്റെ അടിയിലോട്ടൊന്ന് കോൾ ചെയ്യുന്നത്, അതായത് സ്റ്റോറേജ് റൂമിലേക്ക്. അവിടെ ആരാണ് ഫോൺ എടുക്കാന്നറിയാലോ. അങ്ങനെ സെബ്രീന പറയാണ്, സമയായി, നീ മേളിലോട്ട് ഐറ്റംസ് എത്തിക്ക്. സോ സെബ്രീന ചാൾസ് റെയിൻ്റെ ആളാണ്. ഇതേ സമയം മാർട്ടിയാണെങ്കിൽ ജോണിൻ്റെ അടുത്തോട്ട് ഒരു പാസഞ്ചറിനെ ഇരുത്തുന്നു. അതും വളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുത്തശ്ശീനെ. പുള്ളിക്കാരിത്തി എങ്ങാനും വാ തുറന്ന അടയ്ക്കാൻ ഭയങ്കര പാടാ. ഇവള് മനഃപൂർവ്വമാണ് ഈ മുത്തശ്ശീനെ ഇവൻ്റെ അടുത്തോട്ട് ഇരുത്തിയിട്ടുള്ളത്. ക്ലാസ്സിൽ ചൂടായതിന് ചെറിയൊരു പണി, അത്രയുള്ളൂ. ഇവരാണെങ്കിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം സഹിക്കാൻ പറ്റാണ്ട് ജോൺ ബാത്റൂമിൽ പോകുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് സാം കൊടുത്തുവിട്ട പാക്കേജ് സെബ്രീന കിട്ടുന്നത്. സൈലൻസർ ഘടിപ്പിച്ചൊരു ഗണ്ണ്, അതായിരുന്നു ആ പാക്കേജ്. അങ്ങനെ ഗണ്ണെടുക്കുന്നു, ആ 2 FBI ഓഫീസേഴ്സിനെ ഇല്ലാണ്ടാക്കുന്നു. അത് മാത്രമല്ല, പെട്ടെന്നാണ് മറ്റേ ഫ്രഞ്ചുകാരൻ ഗണ്ണെടുക്കുന്നത്. സോ അങ്ങേരും ഇവൻ്റെ ആളാ. അങ്ങനെ ചാൾസ് റെയിൻ മോചിതനായി. ഫ്ലൈറ്റിനകത്തുള്ള ആളുകളാണെങ്കിൽ പാനിക്കായിട്ടിരിക്കുകയാണ്. ഇവർ വേഗം തന്നെ ഗണ്ണും കൊണ്ട് എല്ലാവരെയും നിയന്ത്രിക്കുന്നു. ആൻഡ് ചാൾസ് റെയിൻ കോക്പിറ്റിലോട്ടാണ് പോകുന്നത്. 3 പൈലറ്റാണുള്ളത്. ഇവിടെ ആരെ ഇൻചാർജ്?
ഞാനാ. ഇത് കേട്ടേക്ക് അങ്ങേരെ അങ്ങ് തീർക്കുന്നു. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, അപ്പൊ പറ, ആരാണ് ഇൻചാർജ്? താങ്കളാണ് സർ. വെരി ഗുഡ്, ഇനി ഞാൻ പറയുന്ന അനുസരിച്ച് ചെയ്യുക എന്നും പറഞ്ഞ് ഒരു അനൗൺസ്മെന്റ് നടത്തുന്നു. ഗൈസ്, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ ഫ്ലൈറ്റ് ഞങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. മര്യാദക്ക് ഞങ്ങൾ പറയുന്നതും കേട്ട് നല്ല കുട്ടികളായിട്ട് ഇരുന്നില്ലെങ്കിൽ നിന്റെയൊക്കെ നെഞ്ചത്ത് ഉണ്ട കയറും. ഇതൊക്കെ ബാത്റൂമിലിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ് ജോൺ. അവൻ ഈ ബാത്റൂമിനകത്തുള്ള കാര്യം ഇവരറിഞ്ഞിട്ടില്ല. എടാ അലക്സേ, ഇതാവൂലേ നിന്റെ ഒടുക്കത്തെ സർപ്രൈസ് എന്നും പറഞ്ഞുകൊണ്ടാണ് ജോൺ ഇരിക്കുന്നത്. അങ്ങനെ ജോൺ വേഗം തന്നെ ഒരു കാർഡ് എടുക്കുന്നു. ആ കാർഡ് സ്വൈപ്പ് ചെയ്താൽ മാത്രമേ ഫ്ലൈറ്റിനകത്തുള്ള ഫോൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോൺ യൂസ് ആക്കണേൽ പുറത്തേക്ക് വരണം. പുറത്താണെങ്കിൽ ഗണ്ണും പിടിച്ചൊരുത്തൻ നിൽക്കുന്നുണ്ട്. അവൻ തിരിഞ്ഞു നിൽക്കുന്ന ഗ്യാപ്പ് നോക്കി സ്വൈപ്പ് ചെയ്യുന്നു, ഫോൺ എടുക്കുന്നു, ബാത്റൂമിൽ കയറുന്നു. എന്നിട്ട് വേഗം തന്നെ കമ്പനിയിലേക്കാണ് വിളിക്കുന്നത്. എന്നിട്ട് അലക്സിന് ഫോൺ കൊടുക്കാൻ പറയുന്നു. ഈ സമയത്താണ് ഒരുത്തൻ അങ്ങോട്ട് വരുന്നത്, അതും ഇവന്റെ ശബ്ദം കേട്ടിട്ട്. ഇത് മനസ്സിലാക്കിയ ജോൺ ഫോൺ കട്ട് ചെയ്യാണ്ട് ബാത്റൂമിനകത്ത് വെക്കുന്നു. എന്നിട്ട് കൊല്ലാൻ വരുന്നവന്റെ ഫ്രണ്ടിലോട്ടാണ് പുള്ളിക്കാരൻ പോകുന്നത്. ആ ഒരു കറക്റ്റ് സമയത്താണ് അലക്സ് ഫോൺ എടുക്കുന്നത്. സോ അലക്സ് കേൾക്കാനായിട്ട്, ഇവിടുത്തെ സിറ്റുവേഷൻ അറിയിക്കാനായിട്ട് ഓസ്കാർ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അയ്യോ ഞങ്ങളെ കൊല്ലല്ലേ, വെറുതെ വിട്, ഹൈജാക്ക് ചെയ്യല്ലേ പ്ലീസ് എന്നും പറഞ്ഞ് വമ്പൻ അഭിനയാണ്. ഇത് കേട്ടേക്ക് അലക്സിന് മനസ്സിലായി ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തു എന്നുള്ളത്. അങ്ങനെ ജോൺ അങ്ങേർക്കിട്ട് നാലങ്ങ് കൊടുക്കുന്നു. കൊടുക്കാന്ന് മാത്രമല്ല, അങ്ങേരുടെ ഗണ്ണ് കൈക്കലാക്കുന്നു, അവന്റെ നേർക്ക് ചൂണ്ടുന്നു, ചാൾസ് റെയിനിന്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നു. അയാളാണെങ്കിൽ മാർട്ടീനെയാണ് ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുന്നത്. ഈ ഫ്ലൈറ്റിനകത്ത് ഇത്രയും ആൾക്കാരുണ്ട്. സോ എയർ ഹോസ്റ്റസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തൽക്കാലം മാർട്ടീനെ ഒന്നും ചെയ്യുന്നില്ല. പകരം ഒരു പാസഞ്ചറിനെയാണ് സെലക്ട് ചെയ്യുന്നത്. എടോ അയാളെ വെറുതെ വിട്, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഈ ഫ്രണ്ടിനെ ഞാനങ്ങ് തീർക്കും. മിസ്റ്റർ ജോൺ കട്ടർ, നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്. എനിക്ക് ഫ്രണ്ട്സൊന്നുമില്ല. അതുകൊണ്ട് താൻ അവനെ കൊന്നാലും എനിക്കൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം, അവനെപ്പോലെ തന്നെ ഈ ഫ്ലൈറ്റിനകത്തുള്ള ആരും എൻ്റെ ആരുമല്ല. സോ ഗൺ പോയിന്റിൽ നിർത്താമെന്ന് മാത്രമല്ല, ഇതുപോലെ അങ്ങ് തീർക്കും, അവരുടെ ഫാമിലീനെ അനാഥരാക്കും എന്നും പറഞ്ഞ് അയാളെ അങ്ങ് കൊല്ലുന്നു. ഇത് കണ്ടേക്ക് എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്നാൽ ചാൾസ് റെയിൻ അതുകൊണ്ടൊന്നും നിർത്തിയില്ല. രണ്ടാമത്തെ പാസഞ്ചറിനെ സെലക്ട് ചെയ്യുന്നു. ജോൺ തോക്ക് താഴെയിട്ടില്ലെങ്കിൽ ഇവരും മരിക്കും. സോ അങ്ങേർക്ക് വേറെ ഓപ്ഷനില്ല. അങ്ങനെ ജോൺ ഗണ്ണങ്ങ് താഴെയിടുന്നു, ഓടുന്നു. ഇങ്ങേരാണെങ്കിൽ പടപടാന്നാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബുള്ളറ്റ് കയറുന്നത് അയാളുടെ ആൾക്ക് തന്നെയാണ്. ഇതേ സമയം മാർട്ടിയും ജോണിന്റെ കൂടെ പോകുന്നു, അതും ഫ്ലൈറ്റിന്റെ അടിയിലോട്ട്. ഇത് കണ്ടേക്ക് ചാൾസ് റെയിൻ അടിയിലേക്ക് വിളിച്ച് അറിയിക്കുന്നുണ്ട്. സോ അവരുടെ കാര്യം ഇനി സാം നോക്കിക്കോളും. അങ്ങനെ ജോണിനെയും മാർട്ടിനെയും കൊല്ലാനായിട്ട് സാം അവരെ കാത്തിരിക്കുന്നു. ഇയാളാണെങ്കിൽ തകർത്തഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു, പക്ഷെ കൊല്ലുന്നില്ല. ഇവിടെ അലക്സ് ആണെങ്കിൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ജോൺ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ഫ്ലൈറ്റിന്റെ ഫ്യൂവൽ കട്ട് ചെയ്യുക. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അടുത്തുള്ള എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ക്രാഷ് ആവും. സോ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ് പുള്ളിക്കാരൻ ചെയ്യാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കിയ മാർട്ടി അവനെ തടയുന്നു. നീ എന്തീ കാണിക്കുന്നത്? എല്ലാവരെയും കൊലക്കൊടുക്കാൻ പോവുകയാണോ? എന്റെ പുന്നിലിസ, എനിക്ക് വേറെ വഴിയില്ല. അകത്തിരിക്കുന്ന പന്ന നീ വിചാരിക്കുന്നതിനേക്കാൾ ഡേഞ്ചറസ് ആണ്. ഇങ്ങേരിത് പറയുന്നത് അത്രയും ദേഷ്യത്തിലാണ്. അതുകൊണ്ട് അറിയാണ്ട് മാർട്ടീനെ ലിസ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഫ്യൂവൽ കട്ട് ചെയ്യുന്നു. അതോടുകൂടെ ഫ്ലൈറ്റിന്റെ ആൾട്ടിറ്റ്യൂഡ് കുറയാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഈ സമയത്താണ് അലക്സ് ഫ്ലൈറ്റിൽ കയറിയ പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുന്നത്. അതിനകത്തുണ്ട് FBI ആൻഡ് ചാൾസ്. അങ്ങനെ ചാൾസ് റെയിനിന്റെ ഫയൽ എടുക്കുന്നു. റെയിൻ ഓഫ് ടെറർ എന്ന പേരിലാണ് പുള്ളിക്കാരൻ അറിയപ്പെടുന്നത്. ലണ്ടൻ, അയർലാൻഡ്, അങ്ങനെ സകലമാന സ്ഥലത്തും അങ്ങേരുടെ പേരിൽ കേസുകളുണ്ട്, അതും ബോംബിംഗ് കേസുകൾ. പക്ഷേ ഇതൊന്നുമല്ല ഇവരെ ഞെട്ടിച്ച കാര്യം. ചാൾസ് ആദ്യമായിട്ട് കൊല്ലുന്നത് സ്വന്തം അച്ഛനെയാണ്. അവന്റെ ചെറുപ്പകാലം ഒരു നരകമായിരുന്നു. അതിന്റെ കാരണക്കാരൻ അവന്റെ അച്ഛനും. ചുരുക്കി പറഞ്ഞ തന്റെ ചൈൽഡ്ഹുഡാണ് അവൻ ഇങ്ങനെയാവാൻ കാരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ബോസ് വരുന്നത്. അയാളാണെങ്കിൽ ആകെ ഭ്രാന്ത് കയറിയിട്ടാണ് വരുന്നത്. ഫ്ലൈറ്റിനകത്ത് ജോണുള്ളതാണ് ആകെയുള്ളൊരു ആശ്വാസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാൾസ് റെയിൻ കോക്പിറ്റിലോട്ട് പോകുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മളുടെ ഫ്യൂവൽ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ലാൻഡ് ചെയ്യണം. ഇത് കേട്ടേക്ക് ലാൻഡ് ചെയ്യാനാ പുള്ളിക്കാരൻ പറയുന്നത്. ആൻഡ് അങ്ങേർക്ക് മനസ്സിലായി സാം ജോൺ കട്ടറിനെ കൊന്നിട്ടില്ലാന്ന്. ഇവിടെ ജോണാണെങ്കിൽ മാർട്ടീനെയും കൂട്ടി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് പിൻവശത്തൂടെ ചാടാനാ പ്ലാൻ ചെയ്യുന്നത്. ഇത് കേട്ടേക്ക് മാർട്ടിയാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവളൊരു കാര്യം ചോദിക്കുന്നത്, ആരാണ് ലിസ? അങ്ങനെ ജോൺ അവന്റെ കഥയങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ഇതിന്റെ ഇടയിലാണ് ഫ്ലൈറ്റിന്റെ ആൾട്ടിറ്റ്യൂഡ് ഡ്രോപ്പ് ആവുന്ന കാര്യം അലക്സും ടീമും അറിയുന്നത്. അവർക്കുള്ള ഏക ഓപ്ഷൻ ലൂസിയാനയിലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതൊരു ചെറിയ എയർപോർട്ടാ. അത്രയും വലിയൊരു ഫ്ലൈറ്റ് ഇറക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. പക്ഷേ ഈ റിസ്ക് എടുക്കുക എന്നല്ലാണ്ട് അവർക്ക് വേറെ മാർഗവുമില്ല.
അങ്ങനെ പൈലറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്ന കാര്യം എയർപോർട്ടിൽ വിളിച്ചറിയിക്കുന്നു. അവരാണെങ്കിൽ വേണ്ട വേണ്ട എന്നൊരു 100 പ്രാവശ്യം പറയുന്നുണ്ട്. എന്നാൽ പിന്നീടാണ് കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. സോ റൺവേ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അതുമാത്രമല്ല, അലക്സിനെ ലൂസിയാനയിലേക്ക് പറഞ്ഞേക്കുന്നു. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എയർലൈൻസ്. എയർപോർട്ടിലെ സെക്യൂരിറ്റീസ് ചിലപ്പോൾ കാര്യങ്ങൾ അറിയാണ്ട് മീഡിയക്കാരോട് ഓരോന്ന് പറയാൻ നിൽക്കും. അതോടുകൂടെ ഇവരുണ്ടാക്കിയെടുത്ത റെപ്യൂട്ടേഷൻ ഇല്ലാണ്ടാവും. അത് തടയാനാ അലക്സിനെ പറഞ്ഞയച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ചാൾസ് ആണെങ്കിൽ ജോണിനെ കോണ്ടാക്ട് ചെയ്യുന്നു. ഹലോ ജോൺ, നിന്നെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. കൊള്ളാം, നിന്റെ പ്ലാൻ എനിക്കിഷ്ടമായി. മോനെ ചാൾസേ, ഒരുങ്ങിയിരുന്നോ നീ ജയിലിൽ പോകാനായിട്ട് എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. അങ്ങനെ ഫ്ലൈറ്റ് താഴെ എത്താറായി. ഈ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാർണിവലാണ് അരങ്ങേറുന്നത്. അതിൻ്റെ തൊട്ടടുത്തൂടെയാണ് ഫ്ലൈറ്റ് പോകുന്നത്. അതെല്ലാം കണ്ട് ജനങ്ങളാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അവർ മാത്രമല്ല ഞെട്ടുന്നത്, കാർണിവൽ കാണാൻ വന്നിരിക്കുന്ന പോലീസുകാരും കണ്ണും തള്ളിയിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു ചെറിയ എയർപോർട്ടാണ്. അങ്ങോട്ട് ഇത്രയും വലിയ പ്ലെയിന് വരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്. ഇത് മനസ്സിലാക്കിയ പോലീസുകാർ വേഗം തന്നെ റൺവേയിലോട്ട് പോകുന്നു. ഇതാണ് ഇവിടുത്തെ ചീഫ്. ഇതേ സമയം മാർട്ടിയും ജോണും കൂടെ ചാടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് എപ്പോഴാണോ ലാൻഡ് ചെയ്യുന്നത് അപ്പം ചാടാനാ അവരുടെ പ്ലാൻ. അതായത് ഫ്ലൈറ്റ് നിർത്തിയ ഉടനെ. എന്നാൽ അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് മറ്റേ ഫ്രഞ്ചുകാരനുണ്ടല്ലോ അവൻ അങ്ങോട്ടയക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവൻ വരുന്നു, മാർട്ടിയെ പിടിച്ചു വെക്കുന്നു, ജോണിട്ടൊരു ചവിട്ടും കൊടുക്കുന്നു. അവൻ നേരെ നിലത്തേക്കാണ് പോകുന്നത്. എന്തോ ഭാഗ്യത്തിന് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ഫ്ലൈറ്റ് ആണെങ്കിൽ നിന്നിട്ടില്ല. ഈ സമയത്തെങ്ങാനും പുറത്തേക്ക് വീണ ഫ്ലൈറ്റിന്റെ ചക്രം കയറി ഇല്ലാണ്ടാവും. സോ മാക്സിമം പിടിച്ചു നിൽക്കാനാ ശ്രമിക്കുന്നത്. എന്നാൽ ഒരു കാര്യമില്ല, ജോൺ താഴോട്ട് പോകുന്നു. എന്തോ ഭാഗ്യത്തിന് ചക്രം കയറാണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതേ സമയം ബോക്സ് ആണെങ്കിൽ അലക്സിനെ കോണ്ടാക്ട് ചെയ്യുന്നു. ജോണിനെ വെച്ച് കരുക്കൾ നീക്കാനാ പുള്ളിക്കാരൻ്റെ യഥാർത്ഥ പ്ലാൻ. ഇത്രയും വലിയൊരു ഹൈജാക്ക് നടക്കുമ്പോൾ അതെന്തായാലും ന്യൂസാവും. ഇൻ കേസ് ജോണി ഹൈജാക്കേഴ്സിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവരൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പുറത്തുവിടും. അവർ ഓൾറെഡി പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഏജന്റിനെ തയ്യാറാക്കിയിട്ടുണ്ട്, അയാളാണ് രക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത് ചെലവില്ലാത്തൊരു മാർക്കറ്റിംഗ് രീതി. പാസഞ്ചേഴ്സിന് അത്രയും സേഫ്റ്റി കൊടുക്കുന്ന എയർലൈൻസ് ആണെന്ന് പുറത്തറിഞ്ഞാൽ എന്താവുമെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്നാൽ ജോൺ എങ്ങാനും ഇല്ലാണ്ടായാൽ ഒരു കാരണവശാലും അവന്റെ കാര്യം മീഡിയാസ് അറിയരുത് എന്നും കൂടെ പറയുന്നുണ്ട് ബോസ്. ഇതേ സമയം പോലീസുകാർ റൺവേയിലെത്തുന്നു, ജോണിനെ പിടികൂടുന്നു. അവരുടെ വിചാരം ഇവനും ഈ ഗ്രൂപ്പിലുള്ള ആളാണ്. അല്ല അല്ല എന്നൊരു 100 പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? അങ്ങനെ ഈ സമയത്താണ് ചീഫിനെ കാണിക്കുന്നത്. അയാൾ ചാൾസിനെ കോണ്ടാക്ട് ചെയ്യുന്നു. സോ നെഗോഷിയേഷൻ ആരംഭിച്ചു. എടോ, തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ആവശ്യം ഫ്യൂവലാണ്. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ഫ്യൂവലൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇങ്ങേരൊരു സാധാരണ പോലീസുകാരനാ. മേലുദ്യോഗസ്ഥന്മാരെത്തിയാൽ മാത്രമേ ഇത്തരം കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് ചാൾസ് റെയിൻ അവൻ കൊന്നുകളഞ്ഞ പൈലറ്റ് ഉൾപ്പെടെയുള്ള ഹോസ്റ്റേജസിനെ ഫ്ലൈറ്റിന്റെ താഴേക്കിടുന്നത്. സാറേ, എത്രയും വേഗം ഫ്ലൈറ്റിനകത്ത് ഫ്യൂവല് നിറച്ചില്ലെങ്കിൽ ഇതേപോലെ ഓരോരുത്തരായിട്ട് ഇല്ലാണ്ടാക്കും. ഇനി ഫ്യൂവല് നിറച്ചു തന്നാൽ പകുതി ഹോസ്റ്റേജസിനെ ഞാൻ വെറുതെ വിടാം. പിന്നെ അങ്ങേരെ ഒന്നും നോക്കിയില്ല, ഓക്കെ പറയുന്നു. അങ്ങനെ ഈ സമയത്താണ് അലക്സിന്റെ ബോസിന് ഒരു ഫാക്സ് വരുന്നത്. അതും ചാൾസിന്റെ കേസ് ഫയൽ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചാൾസിനെ പിടികൂടാനായിട്ട് ഇന്റർപോൾ ഇറങ്ങിത്തിരിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 2 ട്രെയിനുകളാണ് ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞ്. എന്നിട്ട് അതിന്റെ മറവിൽ പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു. ചുരുക്കി പറഞ്ഞ എസ്കേപ്പ് ആവാൻ വേണ്ടി അവൻ എന്ത് കളിയും കളിക്കും. ഫ്ലൈറ്റിനകത്തുള്ള പാസഞ്ചേഴ്സിനെ കൊന്നിട്ടായാലും അവൻ ഈസിയായിട്ട് രക്ഷപ്പെടും. അങ്ങനെ ഫ്യൂവൽ എത്തുന്നു, റീഫിൽ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ സമയത്താണ് ജോണിനെ ചീഫിന്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നത്. അയാൾ എത്ര പറഞ്ഞിട്ടും പോലീസുകാർ അവനെ വിശ്വസിക്കുന്നില്ല. ഫ്ലൈറ്റ് ലാൻഡ് ആവുന്ന സമയത്ത് റൺവേയിലേക്ക് ചാടുന്നത് എന്തിനാ? ഈ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ചീഫിന് ചോദിക്കാനുള്ളത്. അങ്ങനെ ജോൺ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് ചാൾസ് പിന്നെയും വിളിക്കുന്നത്. സാറേ, ഫ്യൂവലിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഹാഫ് പാസഞ്ചേഴ്സിനെ റിലീസ് ചെയ്യാം. ആൻഡ് എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ അവൻ എന്നെയും ചതിച്ച് റൺവേയിലേക്ക് ചാടിയിട്ടുണ്ട്. അവനെ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം. ഇത് കേട്ടേക്ക് മണ്ടൻ പോലീസുകാരൻ അതെല്ലാം വിശ്വസിക്കുന്നു. അങ്ങനെ ചാൾസ് സെബ്രീനയെ കാണാൻ പോകുന്നു. സെബ്രീന, ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ആ സമയം മതി എനിക്ക് രക്ഷപ്പെടാൻ. നിങ്ങൾ ഈ ഫ്ലൈറ്റും കൊണ്ട് നമ്മളുടെ ഒറിജിനൽ പ്ലാൻ പൂർത്തിയാക്കണം. ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുമ്പോൾ അവരെന്തേലും കണ്ണന്തിരിവ് കാണിച്ചാൽ ഓരോരുത്തരായിട്ട് തീർത്തേക്ക്. സോ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും മണ്ടന്മാരാക്കി രക്ഷപ്പെടാനാ പുള്ളിക്കാരൻ്റെ പ്ലാൻ. അങ്ങനെ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്നു. ആ ഒരു ഗ്യാപ്പിലാണ് ആരും അറിയാണ്ട് ഫ്ലൈറ്റിന്റെ പുറകുവശത്തൂടെ ചാൾസ് റെയിനും സാമും കൂടെ പുറത്ത് കിടക്കുന്നത്. കൂടെ വിൻസെന്റ് എന്ന് പറയുന്ന ഒരാളും കൂടിയുണ്ട്. ഇവർ 3 പേരും നൈസായിട്ട് അങ്ങ് രക്ഷപ്പെടുന്നു. അതും മറ്റേ കാർണിവലിലോട്ട്. തൽക്കാലം അവിടെ പോയിട്ട് ബ്ലെൻഡ് ആവലാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു ഐഡിയ. അവിടെയാകുമ്പോൾ ആരും സംശയിക്കില്ല. ഇതേ സമയം ജോണിനെയും കൊണ്ട് പോലീസുകാർ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്.
പിന്നെ അവനൊന്നും നോക്കിയില്ല. പോലീസുകാർ ഡണ്ടം കലക്കുന്നു, അവരുടെ ബൈക്ക് എടുക്കുന്നു, നേരെ റൺവേയിലോട്ട് പോകുന്നു. അങ്ങേർക്കറിയാം ചാൾസ് റെയിനിന്റെ ഹിസ്റ്ററി എന്താന്ന്. ആളുകളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അവൻ മിടുക്കന്. സോ ഈ ഒരു ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്ന പരിപാടി ഒരു ഡിസ്ട്രാക്ഷനാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ട. അങ്ങനെ ജോൺ വേഗം തന്നെ അതേ കാർണിവലിലോട്ട് പോകുന്നു. ഒരാൾക്ക് ബ്ലൻഡിനായിട്ട് ഒളിച്ചിരിക്കാൻ ഇതിനേക്കാൾ നല്ല സ്ഥലമില്ല. ഇവിടെ പോലീസുകാരാണെങ്കിൽ ജോണിന്റെ പിന്നാലെ തന്നെയുണ്ട്. ഇവിടെ ചാൾസ് ആണേലോ അവർക്ക് പോവാനുള്ള വണ്ടി മോഷ്ടിക്കാൻ നോക്കുന്നു. ആ സമയത്താണ് ജോണിനെ കാണുന്നത്. സാം, വിൻസെന്റ്, അവന്റെ കാര്യം ഞാനേറ്റു. നിങ്ങൾ എത്രയും വേഗം ഒരു കാർ സെറ്റ് ചെയ്യാൻ നോക്ക് എന്നും പറഞ്ഞ് ജോണിനെ തീർക്കാൻ പോകുന്നു. അങ്ങനെ എയർപോർട്ടാണ് കാണിക്കുന്നത്. അങ്ങോട്ട് FBI എത്തിയിട്ടുണ്ട്. ഇതേ സമയം ചാൾസ് ജോണിന്റെ ഫ്രണ്ടിലോട്ട് വരുന്നു. വരാന്ന് മാത്രമല്ല, ആ ക്രൗഡിന്റെ ഇടയിൽ നിന്ന് ജോണിനെ മാറ്റാനാ പുള്ളിക്കാരന്റെ പ്ലാൻ. നല്ലൊരു സ്ഥലം കിട്ടിയാൽ അവനെ തീർക്കും. ഇതൊന്നും അറിയാണ്ട് ജോൺ അങ്ങേരുടെ പിന്നാലെ പോകുന്നു. എന്നാൽ വിൻസെന്റ് ചാൾസ് പറഞ്ഞേ കേൾക്കാണ്ട് ജോണിന്റെ പിന്നാലെ പോകുന്നു, അവനെ കൊല്ലാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചീഫ് ജോണിനെ കുറിച്ച് പറയുന്നത്. ഇത് കേട്ടേക്ക് FBI ഇങ്ങേരോടങ്ങ് ചൂടാവുന്നു. എടോ, താനൊക്കെ എവിടുത്തെ പോലീസുകാരനാടോ? അങ്ങേർക്ക് എന്തേലും പറ്റിയാ തനിക്കെതിരെ ഞാൻ കേസെടുക്കും. ഇത് കേട്ടേക്ക് ചീഫാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇതേസമയം ജോൺ ചാൾസിനെ പിടിക്കാൻ പോകുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് ചാൾസിന്റെ പ്ലാൻ തകർത്തുകൊണ്ട് വിൻസെന്റ് വരുന്നതും ഷൂട്ട് ചെയ്യുന്നതും. ഇത് കണ്ടേക്ക് ജോൺ വേഗം തന്നെ പുറത്തേക്ക് ഓടുന്നു. സോ കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോയി. ഇനിയിപ്പോൾ ഒളിച്ചിരുന്ന് കളിച്ചിട്ട് യാതൊരു കാര്യമില്ല. സോ ചാൾസ് റെയിൻ ഗണ്ണെടുക്കുന്നു, ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. അങ്ങനെ ജോൺ ഒരു യന്ത്രൂഞ്ഞാലിന്റെ മുകളിലോട്ടാണ് വലിഞ്ഞു കയറുന്നത്. വിൻസെന്റ് അങ്ങേരുടെ പിന്നാലെ തന്നെയുണ്ട്. എന്നാൽ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ജോൺ കട്ടർ വിൻസെന്റിനെ ഇല്ലാണ്ടാക്കുന്നു. ചാൾസ് ആണേലോ ഇവൻക്കെതിരെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോൺ ഒരു കുതിരയുടെ റൈഡുണ്ട്, അതിന്റെ മേളിലോട്ട് അങ്ങ് കയറുകയാണ്. ഇതാണെങ്കിൽ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ചാൾസും കയറുന്നു. പക്ഷെ എത്ര തപ്പിയിട്ടും ജോണിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ജോൺ അവനെയും പിടിച്ച് പുറത്തേക്ക് അങ്ങ് ചാടുന്നത്. എന്തോ ഭാഗ്യത്തിന് പോലീസുകാരും വരുന്നു, 2 പേരെ അറസ്റ്റ് ചെയ്യുന്നു. FBI കൂടെയുള്ളതുകൊണ്ട് ജോൺ രക്ഷപ്പെട്ടു. എന്നാൽ സാം സ്റ്റിൽ റൺവേയിലേക്കാണ് പോകുന്നത്. ആൻഡ് ബാക്കി ഹോസ്റ്റേജസ് ഇപ്പോഴും ഫ്ലൈറ്റിനകത്ത് തന്നെയുണ്ട്. അങ്ങനെ ഈ സമയത്താണ് അലക്സ് വരുന്നത്. ഇതായിരുന്നോടാ നിന്റെ സർപ്രൈസ് എന്നൊക്കെയാണ് ജോൺ ചോദിക്കുന്നത്. എടാ, സത്യമായിട്ടും എനിക്കറിയാൻ പാടില്ല. ഫ്ലൈറ്റ് എടുക്കുന്ന ലാസ്റ്റ് മിനിറ്റിലാണ് FBI വന്നതും ചാൾസിനെയും കൊണ്ട് അകത്ത് കയറുന്നതും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാൾസ് റെയിൻ ഒരു കാര്യം പറയുന്നത്. എല്ലാ സാറുമാരും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ ഫ്ലൈറ്റിനകത്തുള്ള ഓരോ പാസഞ്ചേഴ്സും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കും. അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടാണ് ഞാൻ പുറത്തു വന്നിട്ടുള്ളത്. സോ ഇവർക്ക് എത്രയും പെട്ടെന്ന് അകത്തുള്ള പാസഞ്ചേഴ്സിനെ രക്ഷിക്കണം. എന്നാൽ അതത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. അങ്ങനെ ജോൺ രണ്ടും കൽപ്പിച്ചൊരു പ്ലാൻ അങ്ങ് തയ്യാറാക്കുന്നു. ഫ്ലൈറ്റിന് ചുറ്റും ഷാർപ്പ് ഷൂട്ടേഴ്സിനെ സെറ്റ് ചെയ്യുന്നു. പുറകുവശത്തായിട്ട് ടിയർ ഗ്യാസും കൊണ്ട് അകത്ത് കയറാൻ പോലീസുകാരും. പക്ഷെ ഇവർക്കൊരു തുടക്കം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അകത്ത് കയറണമെങ്കിൽ ചാൾസ് റെയിൻ പുറത്തു വരണം. പിന്നെ ജോൺ ഒന്നും നോക്കിയില്ല, അവനെ കാണാൻ പോകുന്നു. അല്ല, ആരപ്പത്? എന്താണ് ഇങ്ങോട്ട് വരാൻ കാരണം? ചാൾസ്, ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെ വിട്ടയക്കണം. അകത്തുള്ള യാത്രക്കാർ, അതാണ് നിങ്ങളുടെ ആവശ്യം. എന്നാൽ ആ പ്ലെയിനാണ് എനിക്ക് ആവശ്യം. അത് ഞങ്ങൾക്കായിട്ട് തന്ന യാത്രക്കാരെ ഞാൻ വെറുതെ വിടാം. അങ്ങനെ ഡീലിന് ഓക്കെ പറയുന്നു. ചാൾസ് ആണേലോ വേഗം തന്നെ അവൻ്റെ ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. അവൻ വരുന്നുണ്ട് എന്നറിയിക്കാനായിട്ട്. ഫ്ലൈറ്റിന് ചുറ്റും പോലീസുകാരാണ്. ഇവൻ കകത്ത് കടക്കാൻ വേണ്ടി വാതിൽ തുറന്നാൽ അപ്പം തന്നെ ചാൾസിനെ കൊല്ലാനാ ജോണിന്റെ പ്ലാൻ. ബാക്കിയുള്ളവരെ പോലീസുകാർ നോക്കിക്കോളും. അങ്ങനെ അകത്ത് കയറാൻ വേണ്ടി വാതിൽ തുറക്കുന്നു. ഇത് കണ്ടേക്ക് ജോൺ ഷൂട്ട് ചെയ്യാനാ പറയുന്നത്. എന്നാൽ ജോൺ അറിയാത്തൊരു കാര്യമുണ്ട്. പോലീസുകാർ നിർത്തിയിരിക്കുന്ന ഷാർപ്പ് ഷൂട്ടറിനെ സാം ഓൾറെഡി ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അങ്ങേരുടെ കയ്യിലാണ് ഗണ്ണിരിക്കുന്നത്. സോ ചാൾസിനെയല്ല, ഒപ്പം പോകുന്ന പോലീസുകാരെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് കണ്ടേക്ക് ജോൺ ആണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ ഗംഭീര ഷൂട്ടൗട്ടാണ്. ചാൾസ് ആണേലോ വേഗം തന്നെ ഫ്ലൈറ്റ് എടുക്കാൻ പറയുന്നു. അങ്ങനെ പൈലറ്റ് ഫ്ലൈറ്റ് എടുക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ജോൺ ആണെങ്കിൽ സാമിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. എന്നിട്ട് വേഗം തന്നെ ചീഫിൻ്റെ അലക്സിൻ്റെയും കൂടെ ഫ്ലൈറ്റിനെ ചേസ് ചെയ്യുന്നു. ഫ്ലൈറ്റ് എങ്ങാനും പൊങ്ങിത്തുടങ്ങിയാൽ ഒരു രക്ഷയില്ല. അങ്ങനെ ജോൺ ലാൻഡിംഗ് ഗിയറിൻ്റെ തൊട്ടടുത്തേക്ക് എടുക്കാനാ ചീഫിനോട് പറയുന്നത്. പറയാന്ന് മാത്രമല്ല, അങ്ങേരുടെ ഗണ്ണും വാങ്ങി ഒരു വമ്പൻ റിസ്ക്കാണ് പുള്ളിക്കാരൻ എടുക്കുന്നത്. അവൻ രണ്ടും കൽപ്പിച്ച് ഒരൊറ്റച്ചാട്ടം. എന്തോ ഭാഗ്യത്തിന് ലാൻഡിംഗ് ഗിയറിന്റെ മേളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് മേളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോൺ ലാൻഡിംഗ് ഗിയറിന്റെ മേളിൽ പിടിച്ച് മേളിലോട്ടെത്തുന്നു. അതും ലഗേജ് ഇരിക്കുന്ന ഏരിയയിലോട്ട്. അവിടെയാണെങ്കിൽ ഫ്രഞ്ചുകാരനുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ഒരു ഗംഭീര ഫൈറ്റാണ് നടക്കുന്നത്. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നു. എന്നാൽ ജോൺ വിട്ടുകൊടുക്കുന്നില്ല. അങ്ങേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു. ഇനി സെബ്രീനയും ചാൾസുമാണ് ബാക്കിയുള്ളത്. അങ്ങനെ ജോൺ നേരെ കോക്പിറ്റിലോട്ടാണ് പോകുന്നത്. ഗൈസ്, പേടിക്കണ്ട, ഞാൻ നിങ്ങളെ രക്ഷിക്കാനാണ് വന്നത്. അതെ, നമ്മളിപ്പോൾ ലാൻഡ് ചെയ്ത എയർപോർട്ടിൽ ഒന്നുകൂടെ ലാൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ റിസ്ക്കാണ്. പക്ഷെ കുഴപ്പമില്ല, മാനേജ് ചെയ്യാം.
എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, തിരിച്ചോ. ഇത് കേട്ടേക്ക് പൈലറ്റുമാർ ഫ്ലൈറ്റ് അങ്ങ് യൂ ടേൺ അടിക്കുന്നു. ഇത് കണ്ടേക്ക് ചാൾസ് സെബ്രീനെ കോക്പിറ്റിലോട്ട് പറഞ്ഞേക്കുന്നു. അവളാണെങ്കിൽ ഗണ്ണും കൊണ്ടാണ് വരുന്നത്. എന്നാൽ ജോൺ അവളെ കാത്തിരിക്കുകയെന്ന് മാത്രമല്ല, അവൾ ദണ്ഡം കലക്കുന്നു. ഒരൊറ്റയടി. അതോടുകൂടെ പുള്ളിക്കാരത്തിയുടെ ബോധം പോയി. അങ്ങനെ ജോൺ ഈ പൈലറ്റുമാരുടെ കയ്യിലോട്ട് ഗണ്ണങ്ങ് കൊടുക്കുന്നു. ഇവളെങ്ങാനും എഴുന്നേറ്റ പൊട്ടിച്ചേക്ക്. ജോൺ ഹെൽപ്പ് എന്തേലും വേണ്ട, ഇനി ഒരുത്തം കൂടെയുള്ളൂ, അവൻ എനിക്കുള്ളതാ എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയാണ് ജോൺ. പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്. ചാൾസിന്റെ കയ്യിലാണെങ്കിൽ ഗണ്ണുണ്ട്. ഇവരുടെ പിടിവലിയിൽ അതങ്ങ് പൊട്ടുന്നു, വിൻഡോ തകരുന്നു. പിന്നെ പറയണ്ടല്ലോ, അകത്തുള്ള ഓരോ സാധനങ്ങളും പറന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവരാണെങ്കിൽ വമ്പൻ ഫൈറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തകൃതിയായിട്ട് കിട്ടുന്നുണ്ട്. ഈ സമയത്താണ് വിൻഡോ തകർന്ന കാരണം എയറിന്റെ ആഘാതത്തിൽ ഡോറും തകർന്നുകൊണ്ടിരിക്കുന്നത്. അതെങ്ങാനും തകർന്നാൽ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോവും. ഇതെല്ലാം കണ്ട് മാർട്ടിയാണെങ്കിൽ പേടിച്ച് വിറച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ചാൾസ് ജോണിന്റെ കഴുത്തിന് പിടിക്കുന്നു. അയാൾക്കാണെങ്കിൽ ശ്വാസം മുട്ടുകയാണ്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ജോൺ കഷ്ടപ്പെട്ട് ചാൾസിന്റെ വയറിലോട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ഇടിച്ചിടിച്ച് പുറകിലോട്ടാണ് പോകുന്നത്. സോ അവൻ കഴുത്തിന്ന് കൈയെടുത്തു. ഈ സമയത്താണ് ആ ഡോറങ്ങ് തകരുന്നത്. മാർട്ടി ഉൾപ്പെടെയുള്ള എല്ലാവരും പിടിച്ചിരിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പറന്നു പോവും. അങ്ങനെ ചാൾസും ജോണും കൂടെ ഡോറിന്റെ തൊട്ടടുത്തെത്തി. പിന്നെ ജോൺ ഒന്നും നോക്കിയില്ല, അടിച്ച് ഇഞ്ച പരുവാക്കുന്നു. അവസാനമായിട്ടൊരു ചവിട്ടും കൊടുക്കുന്നു. അതോടുകൂടെ ചാൾസ് താഴോട്ട് പോകുന്നു, മരിക്കുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ചു. എല്ലാ പാസഞ്ചേഴ്സും ജോണിന് വേണ്ടി ആർപ്പ് വിളിക്കുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അറ്റ്ലാന്റ എയർലൈൻസിന്റെ മാർക്കറ്റിംഗ് വിജയിച്ചു. തീവ്രവാദികൾ അവശേഷിക്കുന്ന സെബ്രീനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അലക്സ് നല്ല പക്കാ ഹാപ്പി. അത് മാത്രമല്ല, മാർട്ടി ആൻഡ് ജോൺ അങ്ങൊന്നിക്കുന്നു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.